ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. പ്രൊമോഷൻ നടപടികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധത്തിനൊരുങ്ങി MVD ഉദ്യോഗസ്ഥർ. ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് പ്രതിഷേധത്തിന് നീക്കം. യോഗ്യത നോക്കി സ്ഥാനക്കയറ്റം നിശ്ചയിക്കേണ്ട സമിതി 2 വർഷത്തിലേറെയായി യോഗം ചേർന്നിട്ടില്ല. ഗതാഗത മന്ത്രി ആവശ്യപ്പെട്ടിട്ടും DPC യോഗം ചേരാൻ സാധിക്കാത്തതിന് പിന്നിൽ കമ്മീഷണറേറ്റിലെ ഉദ്യോഗസ്ഥ ലോബിയാണെന്നാണ് ആരോപണം. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് ഉദ്യോഗസ്ഥരുടെ ആവശ്യം. അശ്വിൻ ഡിയോഗോ വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ ഫയലിൽ കുരുങ്ങി പ്രൊമോഷൻ എന്നുള്ള വാർത്തയാണ്. എത്ര പേരുടെ പ്രൊമോഷനാണ് ഇപ്പോൾ ഇങ്ങനെ തടസ്സപ്പെട്ടിരിക്കുന്നത്? അസ്മൃതി, മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഉദ്യോഗസ്ഥരുടെ ക്ഷാമമാണ്. അതിന് കാരണമായി പറയുന്നത് ഈ കൃത്യ ഇടവേളകളിൽ നടക്കാത്ത പ്രൊമോഷനാണ്. ഈ പ്രൊമോഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വർഷാവർഷം DPC, അതായത് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോഷൻ കമ്മിറ്റി, അത് കൂടേണ്ടതുണ്ട്. അത് കൂടിയാൽ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ യോഗ്യതയും എക്സ്പീരിയൻസും അനുസരിച്ചുള്ള പ്രൊമോഷൻ നടപടികൾ നടക്കുകയുള്ളൂ. ഈ ഒരു യോഗത്തിലാണ് ഏത് ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ നൽകണം, അവരുടെ എക്സ്പീരിയൻസ്, ഗുഡ് സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രൊമോഷൻ നൽകുകയുള്ളൂ. എങ്കിൽ മാത്രമേ താഴെത്തട്ടിലേക്ക് നിയമനം നടക്കുകയുള്ളൂ. കഴിഞ്ഞ 2 വർഷമായി ഈ DPC കൂടുന്നില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരെ അതൃപ്തരാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിലവിലിപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലേക്ക് ഒരു പ്രതിഷേധത്തിനൊരുങ്ങാൻ ഈ ഉദ്യോഗസ്ഥർ നിർബന്ധിതരാകുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. 2 തവണ DPC കൂടാൻ ഈ പുതിയ മന്ത്രി, അതായത് പുതിയ ഗതാഗത മന്ത്രി CP ജോൺ ശ്രമിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും DPC ചേരാൻ ശ്രമം നടത്തിയിരുന്നെങ്കിൽ പോലും അത് നടന്നിരുന്നില്ല. ഇതിൽ പ്രധാനമായി പറയുന്നത് കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചില ആളുകളാണ് ഇത്തരത്തിൽ ഇത് കൂടാൻ സമ്മതിക്കാത്തത് എന്നുള്ളതാണ് അറിയുന്നത്. അതുകൊണ്ട് മാത്രം സംസ്ഥാനത്ത് 10 RTO തസ്തികകളാണ് നിലവിൽ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്നത്. മാത്രമല്ല 8 ജോയിന്റ് RTO തസ്തികകളും നിലവിൽ ഒഴിഞ്ഞു കിടക്കുകയാണ്. 40 MVI തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് 60-ലധികം വരുന്ന തസ്തികകളാണ് നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നത്. DPC കൂടിയാൽ മാത്രമാണ് നിലവിലിപ്പോൾ ഈ ഒരു പ്രതിസന്ധിക്ക് പരിഹാരമാവുകയുള്ളൂ. മാത്രമല്ല ഒഴിവുകൾ നികത്താത്തതിന് കൊണ്ട് തന്നെ നിലവിലിപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർക്ക് ജോലി സമ്മർദ്ദം വർദ്ധിക്കുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. കാരണം 10 RTOമാരുടെ ചുമതലകൾ 10 RTOമാരാണ് നിലവിലിപ്പോൾ സംസ്ഥാനത്ത് ഒഴിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള RTOമാർക്ക് ഈ മറ്റ് ജില്ലകളുടെ കൂടി അധിക ചുമതല നൽകുന്നു എന്നുള്ളതൊരു അവരുടെ ഈ ജോലിയുടെ കാര്യക്ഷമത കുറയ്ക്കുന്നു എന്നൊരു ആരോപണം കൂടിയുണ്ട്. ഈ അധിക ചുമതലകൾ നൽകുന്നതും ഉദ്യോഗസ്ഥർക്ക് വലിയ തരത്തിലുള്ള മാനസിക സമ്മർദ്ദം കൂടി നൽകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഈ ഒരു പ്രൊമോഷൻ അത് നടക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷനിലേക്ക് ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായി അവർ ഒരുങ്ങുന്നത്. ഇതിൽ അടിയന്തര നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. ഈ കമ്മീഷണറേറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു ലോബി അടിയന്തരമായി തന്നെ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ്. തെരുവുകളിൽ വാഹന പരിശോധന നടത്തേണ്ട ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നത്. ശരി, ആഷിൻ ഡിയോഗോ ആണ് വിവരങ്ങൾ നൽകിയത്.